ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളത്, ഒരു മിനിറ്റ്, ഈ ക്യാമറ ഇവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല, പോകുന്നവർ മൊത്തം എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനുള്ളത് ജോൺ എഫ് കെന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ട് ന്യൂയോർക്കിലാണ്. അപ്പോൾ രാജ്യം വിട്ട് പോകുമെന്ന് മനസ്സിലായില്ലേ? ഞാൻ വേറെ എവിടോട്ടും അല്ല പോകുന്നത്, ഞാൻ നാട്ടിലോട്ട് വരുവാണ്. കൊച്ചിയിലോട്ടാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ എയർവേസ് എത്തിഹാദ് എയർവേസ് ആണ്. നീണ്ട ഒരു യാത്രയാണ്, 25 മണിക്കൂർ നീണ്ട യാത്രയാണ്. അതിൽ 7 മണിക്കൂർ അബുദാബിയിൽ ലേ ഓവർ ഉണ്ട്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ. ഓഗസ്റ്റ് അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനാണെന്ന് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്. അപ്പോൾ സാധാരണ പോകുന്ന പോലെ അത്രയും ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നുമല്ല ഞാൻ പോകുന്നത്. അപ്പം എൻ്റെ മൈൻഡ് എനിക്ക് എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആക്കി വെക്കണം. അപ്പം ഞാൻ ബുക്കൊക്കെ വായിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ആണ്, അത് ഫിനിഷ് ചെയ്യുന്നവരെ. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല, ഇത് അത്യാവശ്യം ലെങ്തുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ ഇവിടുന്ന് ന്യൂയോർക്കിൽ നിന്ന് കൊച്ചി വരെ എത്തണം. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ജേർണി ഓഫ് 1 day, ലൈക്ക് 24 hours. സോ ഒരുമിച്ച് കൊച്ചി വരെ പോയാലോ? പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് എടുത്ത ടിക്കറ്റാണേ. അപ്പം കുച്ചുവിനോട് ഞാൻ ഇന്നലെയാണ് പറയുന്നത്, ഇന്നലെ വൈകിട്ടാണ് പറയുന്നത്. ഇന്നലെ ഇങ്ങനെ അമ്മ പോവാന്നുള്ളത്. പെട്ടെന്ന് കേട്ടപ്പോൾ അവന് വിഷമമൊക്കെ ആയി. പിന്നെ കുറേ ടോയ്സൊക്കെ മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ പോയിട്ട് അവനൊരു ഫിഷ് ടാങ്കൊക്കെ മേടിച്ചു കൊടുത്തു, കുറച്ച് ഫിഷിനെയൊക്കെ മേടിച്ചു കൊടുത്തു. പുള്ളി അതിനെയൊക്കെ നോക്കി കുറേ ഫുഡൊക്കെ വാരിക്കോരിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ആ ഫിഷ് ടാങ്ക് മൊത്തം അത്യാവശ്യം കുളമാക്കിയിട്ടുണ്ട്. എങ്കിലും അവൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ കുച്ചും എൻ്റെ വീട്ടിൽ നിന്ന് ഫിലഡൽഫിയയിൽ നിന്ന് ന്യൂയോർക്ക് എയർപോർട്ട് വരെ ഏകദേശം 2 മണിക്കൂർ ഡ്രൈവാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുച്ചും വിപിനും കൂടെ എന്നെ കൊണ്ട് ആക്കി. ഇവിടെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി. ഞാൻ കഴിച്ചില്ല. ബൈ താമയ്ക്ക് താങ്ക് യു. ബൈ പൊന്ന. ചെക്കിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അടുത്തോട്ട് പോകട്ടോ. അങ്ങനെ ഇപ്പം സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് ബുക്ക് വായിക്കാനൊക്കെ ശ്രമിച്ചിട്ട് അതൊന്നും നടക്കാണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുവാണ്. ഇനി ഏകദേശം 1.5 മണിക്കൂറും കൂടെ ഉണ്ട് എൻ്റെ ഫ്ലൈറ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര വിശപ്പൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴിയൊക്കെ ഒന്ന് നടന്ന് നോക്കാം. പിന്നെ എനിക്ക് മറ്റേ കഴുത്തി വെക്കുന്ന പില്ലോ ഉണ്ടല്ലോ, അത് എല്ലാ തവണയും ഞാൻ വിചാരിക്കാതെ ഒരെണ്ണം മേടിക്കണം. പക്ഷേ എപ്പോഴും ഞാൻ മറന്നു പോകും. എയർപോർട്ടിനകത്തുനിന്ന് ഒരെണ്ണം മേടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. കാരണം കുറേ സമയമില്ലേ, എപ്പോഴും പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേടിക്കത്തില്ല. പക്ഷേ എന്നിട്ട് ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴത്തേന് ഞാൻ വിചാരിക്കും, അത് മേടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മൈക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്കത് പില്ലോ എന്താ പേര് പറയുന്നത് എനിക്കറിയത്തില്ല. കുറച്ച് ആൾക്കാർ വന്നു, അവർ പോട്ടെ. അപ്പോൾ ആ സംഭവം വലിയ ഒത്തിരി പൈസ ഒന്നും ഇല്ലാണ്ട് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അത് മേടിക്കാം. പിന്നെ എന്തെങ്കിലും സാലഡ്സോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നോ. ആദ്യമേ നമുക്ക് പോയിട്ട് ഈ കുപ്പിക്കകത്ത് ഇച്ചിരി വെള്ളം ഫില്ല് ചെയ്യാം. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ മറന്നുപോയായിരുന്നു കുപ്പിയുടെ കാര്യമൊക്കെ. മീവിനെ എല്ലാ കാര്യങ്ങളും എന്നെ ഓർപ്പിക്കുന്നത്. അപ്പം വെള്ളം കിട്ടുന്ന സ്ഥലം നോക്കണം. എനിക്ക് നല്ലപോലെ ദാഹിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ കേട്ടോ. വെള്ളം തപ്പിയാൽ നടക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഞാൻ ബിബിനെ മിസ് ചെയ്യുന്നത്. ബിബിനാണെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും കണ്ടുപിടിച്ചേനെ. ഞാനാണെങ്കിൽ വെള്ളം നോക്കുന്നില്ല. ഈ ചുറ്റിനും കാണുന്ന എല്ലാ കടകളിലെ സാധനങ്ങൾ മാറി മാറി വിൻഡോ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ നടക്കുന്ന ഉദ്ദേശം നടക്കുന്നില്ല. ഗൈസ്, ഫൈനലി ഞാൻ വെള്ളം കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം വെള്ളം ഫില്ല് ചെയ്യാം. $24 ആണ് കേട്ടോ ഈ പില്ലോയ്ക്ക്. എന്തായാലും എൻ്റെ പേര് എനിക്ക് കിട്ടി, മൈക്രോബ്സ് പില്ലോ. വേറെ സ്ഥലത്തൊക്കെ എത്രയാണ് വില നോക്കട്ടെ. ആ കടയിൽ കുറച്ച് എയർ പില്ലോസ് മൈക്രോ പില്ലോസ് കാണുന്നുണ്ട്. അതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഹൗ മച്ച് ഹിയർ ഐ ഡോണ്ട് നോ. ആരോട് ചോദിക്കട്ടെ. ഈ ബ്രുക്സ്റ്റോൺ മൈക്രോ പില്ലോസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അത് ഞാൻ ഏത് കടയിൽ മാറി മാറി പോയാലും അതിന് സെയിം റേറ്റ് തന്നെയാണ്, $24. അപ്പോൾ എന്തായാലും കണ്ണും അടച്ച്
ഞാൻ ഒരെണ്ണം മേടിക്കാൻ പോവാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ അയ്യോ അത് മേടിക്കാതെ കഷ്ടമായി പോയല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് മിക്കവാറും ഒരു പില്ലോ മേടിക്കുന്ന വ്ളോഗായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ ഞാൻ $19 വേറൊരു പില്ലോ കണ്ടു. വർഷത്തിൽ വല്ലപ്പോഴും അല്ല എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഈ പില്ലോയുടെ ആവശ്യം. അപ്പോൾ എനിക്ക് ഒത്തിരി പൈസ കളയാനൊരു മടി. അപ്പോൾ ദേ ഈ കാണുന്ന കുറേ ക്യൂട്ട് പില്ലോസ് ഇവിടെ ഉണ്ട്. നമുക്കിതിലൊരെണ്ണം എടുത്താലോ. ഫൈനലി അവർ പില്ലോ ഈസ് റെഡി. നമുക്ക് ഫ്ലൈറ്റ് കയറി പറന്നാൽ മതി. ഇവിടെ എവിടെ സാലഡ് ബാറും സാലഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഒന്നും കാണാനില്ല കേട്ടോ. പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് എനിക്കൊന്നും. ഈ മക്ഡൊണാൾഡ്സിൻ്റെ ഫ്രണ്ടിൽ എന്തോരോ ആൾക്കാരെ ക്യൂ നിൽക്കുന്നത് നോക്കിയേ. എനിക്കെന്തോ ഇവിടെ വന്നിട്ട് ഏറ്റവും ഞാൻ വെറുത്തുപോയ ഫുഡ് മക്ഡൊണാൾഡ്സിലും ബർഗറാണ് കേട്ടോ. എനിക്ക് കഴിക്കുന്നത് ഇപ്പോൾ മൊത്തം കറങ്ങി അടിച്ച് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഇരിക്കാൻ തീരുമാനിച്ചു. കാര്യമായിട്ട് ഫുഡൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് വരണമായിരുന്നു. ഓട്ടപ്പാച്ചിലിനിടയിൽ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ. അപ്പം ഞാൻ ഇന്നാണെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നിട്ട് വിപിനും കുച്ചുനും ഉള്ള കുറേ ഫുഡ് കുക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫുഡ് പാക്ക് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ വിട്ടുപോയി. സാരമില്ല, ഫ്ലൈറ്റിൽ പെട്ടെന്ന് ഫുഡ് കിട്ടുമായിരിക്കും, പോട്ടെ. അപ്പം ഇന്ന് ഈ സംഭവം ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കത്തിയടി ഇവിടെ നിർത്തട്ടെ. ഞാൻ ഈ കത്തിയടിക്കുന്നതാണുണ്ടല്ലോ എനിക്ക് സമയം പെട്ടെന്ന് പോയി കിട്ടുന്നുണ്ട്. ഇനി എനിക്ക് 15 മിനിറ്റും കൂടെ ഉള്ളൂ ബോർഡിങ് സക്സസ്ഫുള്ളായിട്ട്. വീഡിയോ ഓണല്ലേ? യെസ്, എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 26C ആണ് എൻ്റെ സീറ്റ് നമ്പർ. അപ്പം അടിപൊളി ഫ്ലൈറ്റാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ലെഗ് സ്പേസ് ഒക്കെ നല്ലപോലെ ഉണ്ട്. പിന്നെ അവർ കമ്പിളി പൊതുപ്പ് കമ്പിളി പിന്നെ പില്ലോ, പിന്നെ ഒരു സാധനം കൊണ്ടുണ്ടല്ലോ, ഒരു ഹെഡ്സെറ്റ്, ഇത്ര സാധനം തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ക്രീൻ കാണിച്ചു തരാം. ഇനി ഇതിൽ എന്തെങ്കിലും സിനിമയൊക്കെ ഉണ്ടോ ഞാൻ നോക്കട്ടെ. സിനിമ ഉണ്ടായിരിക്കത്തില്ലല്ലോ. ഇതിപ്പോൾ ഒരു മൂവീസ്, regional Indian, and let us go for കുറേ മലയാളം മൂവീസ് എന്തൊക്കെ ഉണ്ട്. വാട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഈസ് ടു ഈറ്റ് ഫുഡ്. എന്തായിരിക്കും ഫുഡ് എന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ല, വിശക്കുന്നുണ്ട്. വെയിറ്റ് ഫ്ലൈറ്റ് കയറിയിട്ട് 10 മിനിറ്റ് പോലും ആയില്ല, അതിന് മുന്നേ വിശപ്പ് പറഞ്ഞു. വിൻഡോ സീറ്റ് കിട്ടിയില്ലല്ലോ എന്നുള്ള ചെറിയൊരു സങ്കടത്തിലായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ എൻ്റെ സങ്കടത്തിന് ദൈവം വേറൊരു പ്രതിവിധി തന്നിട്ടുണ്ട്. ഞാനിപ്പം എൻ്റെ തൊട്ടിപ്പുറത്തുള്ള സീറ്റിൽ ആരുമില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകണം. സോ അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ സീറ്റിൽ ആളുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ ഹാവ് എ വേക്കൻസി. എത്ര അനുഭവം കിട്ടിയാലും പഠിക്കാത്ത ചില കാര്യങ്ങളുണ്ട് കേട്ടോ. എപ്പോഴും എനിക്കറിയാം ഫ്ലൈറ്റിനകത്ത് നല്ല തണുപ്പായിരിക്കും, എന്തെങ്കിലും ഒരു ജാക്കറ്റോ ചെറിയ രീതിയിലുള്ള സ്വെറ്റർ എന്തെങ്കിലും എടുക്കണമെന്ന്. പക്ഷേ മറന്നു പോകും ഗൈസ്, നല്ല തണുത്ത് തുടങ്ങി. AC ഇവിടെ മുകളിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തോ. പിന്നെ നല്ലപോലെ വിശക്കുന്നുണ്ട്. ഇതുവരെ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിയിട്ടില്ല, താഴെ കൂടെ കിടന്നിങ്ങനെ ഓടിക്കണം. ഇപ്പോൾ ഈ കമ്പിളി പുതപ്പിനകത്ത് കയറി കേട്ടോ. പക്ഷെ എന്താണെന്നറിയത്തില്ല, കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയപ്പോഴുണ്ടല്ലോ എൻ്റെ തൊട്ടപ്പുറത്തുള്ള സീറ്റ് കാലിയായിരുന്നു. ഞാൻ ഇവിടെ ചുറ്റിനും നോക്കുമായിരുന്നു, വേറെ ആരുടെയും സീറ്റ് ഇങ്ങനെ കാലിയായിട്ടില്ല. എനിക്ക് മാത്രമേ ദൈവം എപ്പോഴും ആ ഒരു യോഗം തരാവൂ. അപ്പോൾ എൻ്റെ എക്സ്ട്രാ വന്ന സാധനങ്ങളും മറ്റേ നമ്മുടെ പില്ലോയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഞാൻ ഇങ്ങോട്ട് ഡംപ് ചെയ്ത് ഞാനിവിടെ നല്ല ആഹ്ലാദമായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ വീഡിയോ 1-2 മണിക്കൂർ നീളുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ബോറടിക്കണം ഗൈസ്, സംസാരിക്കാൻ ആരുമില്ലല്ലോ. വിപിനും കൊച്ചും ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരെ മാറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും ഇല്ല. അപ്പം ഞാൻ തന്നെയല്ല, നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം തൽക്കാലത്തേനും ബൈ. ഇനി ഞാൻ ഫുഡ് വന്നിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ. സിപ്പ്. കുറച്ചധികം നേരം ഞാൻ അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. ആദ്യമേ അവർ പ്രായമായവർക്കൊക്കെ ഫുഡൊക്കെ സെർവ് ചെയ്തു. പിന്നെ ഞാനൊരു കബോളി വാല എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ കണ്ടിരുന്നു.
ഹുറേ ഇതേണ്ട എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ഒരു നല്ല സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ റൈസ് ആൻഡ് ചിക്കനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വെജിറ്റേറിയൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ചിക്കനല്ലേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ പുഡിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എന്തായാലും നല്ല വിശപ്പുണ്ടായി. ഇപ്പം ഞാൻ ആപ്പിൾ ജ്യൂസാണ് കുടിക്കുന്നത്. ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, മാംഗോ ജ്യൂസ്. ആപ്പിൾ ജ്യൂസാണ് അതിലെൻ്റെ ഫേവറേറ്റ്. സഹിക്കാൻ വയ്യാത്ത വിശപ്പായിരുന്നല്ലോ, അത് കാരണം തന്നെ എല്ലാ ഫുഡും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആക്കി കേട്ടോ. ആ സാലഡ് മാത്രം കുറച്ചൊന്ന് മിച്ചം വെച്ചു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ ഈ സംഭവം ഒന്ന് പറയട്ടെ. ഇന്നലെ ലാസ്റ്റ് നമ്മൾ കണ്ടത് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴല്ലേ, ഫുഡ് എനിക്ക് തോന്നുന്ന ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കഴിച്ചത്. അപ്പോഴാണ് അവർ ഫുഡ് സെർവ് ചെയ്തത്. സാധാരണ 7 മണിക്ക് ഫുഡ് കഴിക്കുന്നത് ഞാൻ 7 മണിക്കല്ല, വീട്ടിലാണെങ്കിൽ ഞാൻ ചിലപ്പോൾ 5 മണി 6 മണിക്ക് മുന്നേ ആയിട്ട് ചിലപ്പോൾ കഴിക്കും കേട്ടോ. നല്ല ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടയർഡായി. 12 മണി ഫുഡ് കഴിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഉറങ്ങിപ്പോയി. ഒറ്റ സ്ട്രെച്ച് ഉറക്കമായിരുന്നു കേട്ടോ. ഞാനിത് ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്. ഇപ്പോൾ രാവിലെ 7 മണിയായി. 7 അവേഴ്സ് അല്ലല്ലോ, മൊത്തം എത്ര ട്രാവൽ അവേഴ്സ്? 3.5 മണിക്കൂറും കൂടെ ഉള്ളു കേട്ടോ അബുദാബി എത്താനായിട്ട്. ഇറ്റ് വാസ് നൈസ്. ഇപ്പോൾ ഇവിടെ എഴുതി കാണിച്ചു സ്ക്രീനിൽ. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്ര സമയം കൂടെ ഉണ്ടെന്ന്. 3.5 മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പോൾ കുറേ സമയം നമ്മൾ കവർ ചെയ്തു. രാത്രി ഫ്ലൈറ്റ് കയറിയതുകൊണ്ട് അങ്ങനെ ഉറങ്ങിയത് കാരണം പെട്ടെന്ന് കവർ ചെയ്തു. പക്ഷേ ഇതിനുള്ളൊക്കെ പണി എപ്പോഴാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പകലൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഇങ്ങനെ ഉറങ്ങാണ്ട് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് കയറി അപ്പോഴേ ഞാൻ ഉറങ്ങാണ്ട് ഉറക്കമൊക്കെ ഇങ്ങനെ കുറേയൊക്കെ പിടിച്ചു വെച്ചിരുന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ എനിവേ അതൊന്നും നടന്നില്ല. അപ്പം ഞാൻ ഉറങ്ങിപ്പോയി. 7 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ ഇവിടെ ആർക്കുമൊക്കെ അയ്യോ ഇവർ ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു. ഞാൻ ചായ എന്നോട് ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു. എന്നോട് ചോദിച്ചില്ല. അതൊക്കെ എൻ്റെ സ്വപ്നമാണ്. ചോദിച്ചിട്ട് ഇല്ല. അവർ എഴുന്നേറ്റിരിക്കുന്നവർക്കൊക്കെ ചായ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇസ്താൻബൂളിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇതെന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ ഐ കുഡ് സീ കീൻവ. നമുക്ക് ഈ ബിഗ് ബൗൾ എന്താണെന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. 1 സെക്കൻഡ്. അപ്പം എനിക്ക് തോന്നുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. സോ ദിസ് ഇസ് ലുക്ക് ലൈക്ക് ലഞ്ച്. വി ഹാവ് കീൻവ സാലഡ്, റൈസ് ആൻഡ് ചിക്കൻ ആൻഡ് സം ഡെസേർട്ട്. പിന്നെ ഞാൻ ആപ്പിൾ ജ്യൂസ് മേടിച്ചു. പിന്നെ ചെറിയൊരു ബണ്ണുണ്ട്, വെള്ളമുണ്ട്. സോ ലെറ്റ് മീ ഈറ്റ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് 30 മിനിറ്റ്സും കൂടെ കഴിയുമ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. ദുബായിൽ ഇപ്പോൾ സമയം 6. ഞാൻ എപ്പോഴും ദുബായ് എന്ന് പറഞ്ഞ് തുടക്കം തൊട്ട് ദുബായ് എന്നാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയത്തില്ല. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന അബുദാബിയിലാണ്. ഫ്ലൈറ്റ് ഇസ് ടു അബുദാബി. അവിടെ ഇപ്പോൾ സമയം 6:20. അപ്പം 7 മണിയോട് അടുപ്പിച്ച് ഞാൻ അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ ന്യൂയോർക്കിൽ ഇപ്പോൾ സമയം 10:20, രാവിലെ 10:20. ബീവിന് ഓഫീസിലെത്തി കാണും. ഉച്ച ഇപ്പോൾ സ്കൂളിലായിരിക്കും. ഹലോ ഗൈസ്, സോ വി ലാൻഡഡ് അബുദാബി. അങ്ങനെ നീണ്ട 11.5 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒന്ന്
നേരെ നിൽക്കുവാണ്. ഇത്ര നേരം ഇരിക്കുമായിരുന്നല്ലോ, കാലൊക്കെ നല്ല നീര് വെച്ച് കാണും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ 7 മണി ആയുള്ളൂ. എൻ്റെ അടുത്ത ഫ്ലൈറ്റ് വൈകിട്ട് 7 മണി, അടുത്ത ഫ്ലൈറ്റ് വെളുപ്പിനെ 3:15 സോ ഐ ഹാവ് ഓൾമോസ്റ്റ് മോർ ദാൻ 8 hours അല്ലേ. അപ്പോൾ നമുക്കിവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. എന്തൊക്കെ ചെയ്യണം നമുക്ക് പതുക്കെ ഫിഗർ ഔട്ട്. ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ, വാഷ്റൂം കണ്ടുപിടിച്ച് മൊത്തത്തിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വി വിൽ ഫിഗർ ഔട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ്. ഓക്കെ, എന്തായാലും ഒരു അടിപൊളി എയർപോർട്ടാണ്. കുറേ നേരം എനിക്കിത് മൊത്തം കറങ്ങി നടന്ന് കാണാനുള്ളതുണ്ടെന്നാണ് തോന്നുന്നത്. സോ ഐ വിൽ ഇൻക്ലൂഡ് യു ഓൾസോ വിത്ത് മീ. ഫാൻസി എയർപോർട്ട്സ് ഒക്കെ കാണണമെങ്കിൽ എനിക്ക് വന്നാൽ ദുബായ്, അബുദാബിയിലൊക്കെ വരണം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി കുറച്ച് ഒന്ന് ഫ്രഷായി. ഞാൻ പറഞ്ഞ പോലെ ഇനി എനിക്ക് 8 മണിക്കൂറുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നേരം ഞാൻ ഇതുവഴിയൊക്കെ കറങ്ങി നടക്കും, പിന്നെ എന്തെങ്കിലും കുറച്ച് നേരം ഇന്ന് ഉറങ്ങാൻ പോവാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കണം. പിന്നെ ഞാൻ ഇതുവരെ നമ്മൾ എടുത്ത വീഡിയോയുടെ ക്ലിപ്പിങ്സ് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, ഇപ്പോൾ തന്നെ മോർ ദാൻ 30 minutes ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി അബുദാബി ടു കൊച്ചിയും കൂടെ കാണിക്കാൻ പോയാൽ ഇറ്റ് വിൽ ബി എ ലെങ്തി വ്ളോഗ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ ഈ വ്ളോഗ് നമുക്കിവിടെ വൈൻഡ് ചെയ്യാം. പിന്നെ അതുകൂടാതെ പെട്ടെന്ന് എനിക്കൊരു ചെറിയൊരു ഷോക്കിംഗ് ന്യൂസും കൂടെ ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ എന്താ പറയുന്ന വീഡിയോ എടുക്കാനുള്ള ആ ഒരു കംപ്ലീറ്റ് വൈബ് അങ്ങ് പോയി. സോ ഐ എം സോറി ഫോർ ദാറ്റ്. ന്യൂയോർക്കിൽ നിന്ന് കൊച്ചി വരെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതെങ്കിലും അത് നടന്നില്ല. എനിവേ നെക്സ്റ്റ് ടൈം ഐ വിൽ ടേക്ക് യു ഗൈസ്. സോ യു ഓൾ ടേക്ക് കെയർ. ടാറ്റ ബൈ ബൈ.